ജോൺ റോബർട്ട്. ആ പെട്ടിങ് തരും. മോഷണത്തിൽ കൂട്ടുകച്ചവടം. ഞാൻ കള്ളനോ കൊലപാതകയോ അല്ല, ആകാൻ ആഗ്രഹവുമില്ല. പക്ഷേ എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. ആ പെട്ടിങ് തരും. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങേണ്ടി വരും. നിനക്ക് വേണ്ടത് ഈ പെട്ടിയാണല്ലേ? നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരും. ധൈര്യം ഉണ്ടെങ്കിൽ എടുക്ക്. Come on, take it, man. Come on, man, take it. സമയം നോക്ക്. 5 minutes. Goodbye. എന്നെ വിശ്വസിക്കൂ, എന്റെ കുടുംബം തകരാതിരിക്കാൻ എനിക്കൊരു 5000 രൂപയെങ്കിലും തരൂ പ്ലീസ്. പോടാ അവിടുന്ന്. പോയി തെണ്ടാ നോക്ക് പ്ലീസ്. നീ ഇറങ്ങ. എന്നാ മണ്ണെണ്ണ തീർന്നു പോയ ഇറങ്ങാൻ. ഇതുപോലുള്ള ഏത് കിളവിനെ കണ്ടാലും അണ്ണ വണ്ടി നിർത്തുമല്ലോ. അണ്ണാ അതിന് പ്രാന്താണ്. ഇതിന്റെ ഓണർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വാ, പോടാ. എല്ലാവരും പോടാ. എല്ലാവരും പോകാനാണ് പറഞ്ഞു. പോടാ. എന്റെ മക്കളെ ഓടിക്കാൻ വന്നിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ? വാങ്ങിച്ച് കിട്ടിക്കും. ഭ്രാന്തിക്ക് ഭക്ഷണം പിടിക്കാൻ പോയിട്ടല്ലേ? അതിന് ഭ്രാന്താണെന്ന്. എടാ, എന്റെ മക്കളെ ഓടിക്കാൻ നീ ആരാടാ? എടാ, എന്റെ മോനെ, മോനെ, എന്റെ മോനെ, എന്റെ മക്കളെ, മോനെ, എടാ, മോനെ, 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 മോനെ. പോ ഭ്രാന്തി. എടാ, എടാ മോനെ, അയ്യോ എടാ, നിന്റെ അമ്മയ്ക്കാ ഭ്രാന്ത്. എടാ, അയ്യോ എന്റെ മക്കളെ ഓടിച്ചു കളഞ്ഞല്ലോ. എന്റെ മോനെ. എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കേട്ടതൊന്നും പോരെയായിരിക്കും. സാരമില്ല. മകൻ നഷ്ടപ്പെട്ടൊരമ്മയുടെ മാനസികാവസ്ഥയാണ്. എനിക്കത് മനസ്സിലാവും. അത് അണ്ണൻ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് തോന്നുന്നതാ. എന്റെ അമ്മയും ഒരുപക്ഷെ ഇവരെ പോലെ എന്നെ തേടി അലയുന്നുണ്ടാവും. എന്റെ അമ്മയെ ഞാനിനി അന്വേഷിക്കാൻ ഒരിടവുമില്ല. അവരിപ്പോ എവിടെയാണോ? ഗോപി, എന്തോ ട്രിവാൻഡ്രം കോൾ ബുക്ക് ചെയ്തു. അവരത് ഉടനെ തരാന്ന് പറഞ്ഞു. എന്താ എന്നോട് പറയാത്തത്? മണി ഇപ്പൊ 8:10 ഇവിടെ മുഴുവനും പൊടി. ഇതൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞൂടെ? അയ്യോ കൊച്ചമ്മേ, ഞാനത് അമ്മണിയോട് പറഞ്ഞിരുന്നു. പറഞ്ഞാ പോരാ, ചെയ്യിപ്പിക്കണം. എന്നെ കാണാൻ പലരും വരുന്നതല്ലേ. ഹലോ, നമസ്കാരം മാഡം. കൺഗ്രാറ്റുലേഷൻസ് ടു യു. താങ്ക് യു. ഇരിക്കണം. ലേഡീസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ സോഷ്യൽ സർവീസിന് അതൊരു വഴിയെന്ന് മാത്രം. അമ്മേ,
എന്താ മോനെ? എനിക്ക് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു. എന്താ അത്ര അത്യാവശ്യം? ഒരു ഫ്രണ്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു. പോയിട്ട് വേഗം വരണം. മോനെ, മോനിവരെയൊക്കെ അറിയാമോ? എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഓ, അമ്മ ഇപ്പോ ലേഡീസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയില്ലേ? കൺഗ്രാജുലേഷൻസ് മാം. താങ്ക് യു. ഓക്കെ മമ്മി. ഞാൻ മോഹന്റെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. എന്തിന്? അമ്മയൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. കൺഗ്രാജുലേറ്റ് ചെയ്യാനോ നമ്മുടെ വിവാഹം വേഗം നടത്താൻ വേണ്ടി അമ്മയെ ഒന്ന് മണിയടിക്കാനോ? മണിയെടുത്തുള്ള കല്യാണമൊന്നും എനിക്ക് വേണ്ട. അത് കള. പ്രേമമാണോ? സത്യാഗ്രഹത്തിലേ കല്യാണം നടക്കൂ. എന്തായാലും ശരി, നിന്നെ ഞാൻ കെട്ടിയെടുത്തോണ്ട് പോകുന്നത് വരെ എന്റെ വീട്ടിൽ കയറി പോയിരുന്നു. ഇനി എന്നാണ് ഈ കെട്ടിയെടുപ്പ്? അത് പരീക്ഷയുടെ റിസൾട്ട് അറിയണം. ജയിച്ചാൽ ഉടൻ കല്യാണം. തോറ്റാലോ? കല്യാണം നീണ്ടു പോയത് തന്നെ. ദൈവമേ, അത് എനിക്കൊരു വലിയ പരീക്ഷയായല്ലോ. ഹേയ്, അതൊരു പരീക്ഷയൊന്നുമല്ല. കല്യാണമല്ലേ നീണ്ടുപോകും. മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ മുറ പോലെ സമയാസമയം നടന്നിരിക്കും. നടക്കും. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമല്ലോ? പോലീസ് കമ്മീഷണർ. എല്ലാം നിയമപരമായിട്ടേ നടക്കൂ. അപ്പോ അച്ഛനോട് ലോ പോയിന്റ് ചോദിച്ചിട്ടാണോ എനിക്കൊരു പ്രേമിച്ചത്? എന്തായാലും കൊള്ളാം. പെട്ടെന്ന് കല്യാണം നടത്തിയില്ലേ ഞാൻ മോഹനെ അറസ്റ്റ് ചെയ്യിച്ച് വീട്ടിൽ വെച്ചു. അയ്യോ അയ്യോ, പോലീസും പട്ടാളം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയാ. ആരെങ്കിലും കാണും. സിഗരറ്റ് ഉണ്ടോ ഒന്ന് എടുക്കാൻ? ഇല്ല, ബീഡിയുണ്ട്. ബീഡിയെങ്കിലും ബീഡി. എന്തുണ്ടാ വാസു? ഇനി ഇങ്ങോട്ടൊക്കെ എന്നാണോ? എന്നാണെന്നോ? ഞാൻ അതുപോലെ ഇങ്ങ് വരും. പിന്നെ എന്റെ ഡ്രസ് ഒന്ന് കഴുകി വെച്ചേക്കണം, ആർക്കും കൊടുക്കരുത്. ആശാനെ ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നാളുകൾ എണ്ണി കഴിയുമല്ലായിരുന്നു. പിന്നെ എന്തുണ്ടാ വാസു വിശേഷങ്ങള്? ഓ, എന്തു വിശേഷം ആശാനെ. സത്യം പറഞ്ഞ ആശാൻ പോയതിനു ശേഷം എന്റെ സ്ഥിതി വളരെ കഷ്ടത്തിലായിരുന്നു. ആശാനെ, ആശാൻ ഇനി കാടാറ് മാസം നാടാറ് മാസമായിട്ട് അകത്തും പുറത്തുമായിട്ട് കഴിയണ്ട. ആശാന്റെ ആ ചേച്ചി ഉണ്ടല്ലോ, ഭാരതിയമ്മ, അയ്യോ പഴയ സ്ഥിതിയിലൊന്നും അല്ല ഇപ്പം. എന്ത് പറ്റി? മുമ്പ് കുറെ പണം മാത്രമല്ലേ ഉള്ളായിരുന്നു, ഇപ്പൊ എന്തെല്ലാം പദവികളാണെന്ന് അറിയാമോ? ഇനി ആശാനെ ധൈര്യമായിട്ട് ആരെയും വരട്ടാം. ചേച്ചി ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഒറ്റ പോലീസുകാരും തിരിഞ്ഞു നോക്കത്തില്ല. എന്തുവേണം? ചാരായം. കാശുണ്ടോ? ഇല്ല, ഞാൻ പാടാം. ഞാൻ ആടാം. ആടിയും പാടിയൊന്നും വേണ്ട. കാശില്ലെങ്കിൽ ഓടിയച്ചാ മതി. ഒരു ഡാൻസ് പാർട്ടി നടക്കുന്നു. ഓ, ചേട്ടാ, ഇതൊരു നാശമായില്ലോ, നിർത്താൻ. അല്ല, കുട്ടപ്പൻ ചേട്ടന്റെ കസ്റ്റമേഴ്സ് കൊള്ളാവല്ലോ. ഏതാ ഇതൊക്കെ? അറിയത്തില്ലോ, നമ്മുടെ പുരാണത്തിലെ അർജുനൻ ചേട്ടനില്ലേ, അദ്ദേഹത്തിന്റെ പഴയ വേഷമാ. ഇതാ നോക്കിക്കേ. അപ്പൊ ഇതൊരു വേഷമാണല്ലോ. അല്ലെന്നേ, ആണാന്നോ അതുമല്ല, എന്നാ പെണ്ണാന്നോ അതുമല്ല, എന്നാ ഇത് രണ്ടുമാണോ? ആണ്. 100 അകത്താക്കുന്നെങ്കിലുണ്ടല്ലോ, ഒരു പൂരം തന്നെ ഇവിടെ നടക്കും. ഇന്ന് ആശാൻ വന്ന ദിവസമല്ലേ, ഒരു ആഘോഷം തന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്, 100 വീതം അവർക്ക് എല്ലാവർക്കും എന്റെ വകയായിട്ട് കൊടുത്തേരെ. കാശ് ആശാന്റെ നിന്ന് മേടിച്ചു. ഈ സർക്കാർ ചാരായത്തിനൊരു കിക്കില്ലല്ലോടാ കുട്ടപ്പ. അതെങ്ങനെ കിക്ക് വരാനാ? ഇതിനകത്ത് ചേർക്കുന്ന സ്പിരിറ്റ് മുഴുവൻ അങ്ങ് കുംഭകോണത്ത് കിടക്കുമല്ലേ. എന്ത് ചെയ്യാനാ ചേട്ടാ, വാറ്റ് ഓടിക്കാമെന്ന് കരുതിയാൽ എക്സൈസിന്റെ ഉപദ്രവമാണ്. ഓരോ ഉപദ്രവവും ഇല്ല, താൻ മാറ്റിക്കും. രക്ഷയില്ലേ ആശാനെ? എക്സൈസുകാരൻ ചോദിക്ക് നമുക്ക് കൈക്കൂലി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാടുപെട്ട് വാറ്റുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നീ പേടിക്കണ്ട, ഒരു എക്സൈസും വരത്തില്ല. ഞാൻ ചേച്ചിയെ കൊണ്ട് വേണ്ട ജയിച്ചോളാം. അല്ല, ഭാർഗവമ്പള ചേട്ടൻ ഏറ്റ് കഴിഞ്ഞാൽ വാറ്റി വിൽക്കുന്ന കാര്യം കുട്ടപ്പനും ഏറ്റ്. എടാ, ഭാർഗവമ്പള ചേട്ടൻ ചവയ്ക്കാൻ എന്തെങ്കിലും കുറ. നമ്മൾ വന്ന വിവരം ജോലിക്കാരൻ ഭാരതിയമ്മോട് പറഞ്ഞു കാണിയല്ലായിരിക്കും. ഉടനെ അറിയിക്കാമെന്ന് പറഞ്ഞാണല്ലോ അയാൾ പോയത്. എന്നിട്ട് ഇനിയും കാണുന്നില്ലല്ലോ.
നിങ്ങൾ ആരാ? ആ നിങ്ങൾ ആരാണെന്ന്? നിന്റെ തന്ത. ബംഗ്ലാക്കരി ഉന്നയിച്ച് അനാവശ്യം പറയണം. ഇറങ്ങി പോണ വെളിയില്. എന്തൊക്കെയാടാ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവാൻ? പോയി പറയാൻ കൊച്ചുമേട് ഭാഗം വന്നിട്ടുണ്ടെന്ന്. വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട്? ഒരാങ്ങളയുണ്ട്. പോലീസ് സ്റ്റേഷനും ജയിലുമായും അവന്റെ ആയുസ് കളയാണ്. പുറത്തു വന്നാൽ പണം ചോദിച്ചെന്നെ ശല്യം ചെയ്യും. ഗോപി, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ. നിങ്ങൾ വന്നത്? ഓ, ഇന്നാണ് മീറ്റിംഗ് അല്ലേ? അതെ, അധ്യക്ഷയായിട്ട് പേര് വെച്ചിട്ടുണ്ട്. ഞാൻ കറക്റ്റ് സമയത്തിന് വന്നേക്കാം. ഞങ്ങള് കാറ് വേണ്ട 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 വേണ്ട, ഞാൻ എന്റെ കാറിൽ വന്നോളാം. ഞങ്ങൾ വരട്ടെ. ശരി. അല്ല, കാപ്പ് കുടിച്ചിട്ട് പോവാം? വേണ്ട, ഇനി ഒരിക്കൽ. ശരി. മനുഷ്യനായ കുറച്ചൊക്കെ മര്യാദ വേണം. അതില്ലാന്ന് വെച്ച് ഞാൻ ചേച്ചിയുടെ ആങ്ങളല്ല ചേച്ചി. ഒരാങ്ങള മറ്റുള്ളവരെ മാനം കെടുത്താൻ. എന്ത് ചെയ്യാം, ജനിച്ചു പോയില്ലേ. ചിലപ്പോ നമ്മുടെ തന്തമാർ രണ്ടുപേരായിരിക്കും. ചേച്ചി, ഞാൻ എപ്പോ വന്നു എന്ന് ചേച്ചി എന്താ ചോദിക്കാഞ്ഞത്? എനിക്കൊന്നും അറിയണ്ട. അവരിങ്ങനെ തുറന്നു വിട്ടല്ലോ. അതിന് ചേച്ചി വിഷമിക്കണ്ട, എനിക്ക് ഉടനെ അങ്ങ് പോണം. പക്ഷെ അതുവരെ ജീവിക്കണല്ലോ. ചേച്ചി, എനിക്കൊരു 500 രൂപ വേണം. 500 രൂപയോ? എന്താ കുറഞ്ഞു പോയോ? ഇന്ന് ആയിക്കോട്ടെ. നീ ചോദിക്കുമ്പോഴൊക്കെ തരാൻ ഇവിടെ എന്താ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു? ഓ ചേച്ചി, എനിക്ക് കുറച്ച് രൂപ വരുന്നതിൽ ചേച്ചിക്ക് എന്താ ഇത്ര വലിയ വിഷമം? ഈ ചേച്ചിയുടെ സ്വത്താണോ? പിന്നെ ആരുടെ സ്വത്താ? എന്റെ അളിയന്റെ സ്വത്ത്. ചേച്ചിയുടെ ഭർത്താവാണെങ്കിലും എന്റെ അളിയനല്ലേ. ആ പണം എനിക്കും ദഹിക്കും. ഗോപി, ആ നാരായണവിളെ വിളിച്ച് ഒരു 500 രൂപ വാങ്ങിച്ചു കൊടുക്ക. അങ്ങനെ വഴിക്ക് വരട്ടെ. എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേച്ചി. ഇത് അവസാനത്താണ്. മേലാൽ കാശെന്നും പറഞ്ഞ് ഈ വീട്ടിനകത്ത് കയറി പോരുത്. ഇല്ലില്ല, ഞാൻ വരില്ല. ഇത് തീരുന്ന വരെ വരില്ല. മനുഷ്യൻ നന്നായി പോയപ്പോ ആങ്ങളോട് ഒരു നേരം ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു.